ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വടക്കം വീരഗാഥ റീമാസ്റ്ററിങ് നമ്മൾ കണ്ടു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തിയേറ്ററിൽ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് റീമാസ്റ്റർ വേഷം വരുന്നെന്ന് കണ്ടപ്പോഴേ എനിക്കത് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അതിൽ സൗണ്ട് ചെയ്തേക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും ഒരു ഡെപ്ത് ആയിട്ട് ഒരു റീമാസ്റ്ററിങ് പടം കണ്ടിട്ടില്ല. കറക്റ്റ്. പിന്നെ പഴയ പടങ്ങളെ ഒരു രീതി ഞാൻ അത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഓരോ സീൻ ബൈ സീനിൽ അവര് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട് പഴയ പടങ്ങൾ. ഇപ്പോഴത്തെ അതിലൊക്കെ ജസ്റ്റ് കോൺവെർസേഷൻ നടക്കണം എന്നല്ലേ ഉള്ളൂ. പക്ഷെ പഴയ സീനുകളിൽ എല്ലാത്തിലും ചെറിയ ഇപ്പൊ ഫ്ലൂട്ടിന്റെ ആയാലും ചെറിയ ചെറിയ ടൂണുകൾ വെച്ചാണ് അവര് പറഞ്ഞു പോകുന്നത്. നമ്മളെ യൂട്യൂബിൽ കിടക്കുന്ന പ്രിന്റിൽ തന്നെ ഇത്രയും ക്ലാരിറ്റി ഇല്ല. അത് ഇവർ ഒരുപാട് മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മറ്റേ ഈ യുദ്ധം ചെയ്യുന്ന ഷോട്ടുകളൊക്കെ നല്ല ശബ്ദം അത് കറക്റ്റാ. അത് മറ്റേ മമ്മൂട്ടി കമ്പനി ഒരു ഇന്റർവ്യൂല് മമ്മൂക്കായിരുന്നു പറഞ്ഞിട്ടുണ്ട് സ്റ്റീലില് നല്ല കട്ടിയുള്ള വാളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും അത് നമ്മള് ആ ടൈമിൽ അവർ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതാണ്. അതിൽ ടെക്നീഷ്യന്മാരായാലും എല്ലാവരും അതിനുള്ളൊരു എസ് ക്യൂബ് യൂട്യൂബിൽ കൊടുത്തേക്കണത്. എസ് ക്യൂബ് അവരാണ് റീമാസ്റ്ററിങ് ചെയ്തത്. പിന്നെ മ്യൂസിക് ചെയ്തത് ബോംബെ രവി മ്യൂസിക് പഴയ ആളാണ്. പിന്നെ എടുത്തു പറയാനുള്ള സ്ക്രിപ്റ്റ് MD വാസുദേവൻ. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഹരിഹരന്റെ ഡയറക്ഷൻ എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മളെ മലയാളത്തിനെ സംബന്ധിച്ച ഒരു ഐക്കോണിക് സിനിമ തന്നെയാണ് അത്. അത് വേറെ ഇത്രയും റീമാസ്റ്റർ ചെയ്യാൻ താമസമെന്ന് ഞാൻ പറയുള്ളൂ. ചന്തുവിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വടക്ക വീരഗാഥ എന്നുള്ള ഒരു ഇത് MDയുടെ ആ ഒരു എഴുത്തിന്റെ മികവ്. ഇപ്പൊ മഹാഭാരതം ആയാലും ഭീമന്റെ സ്ഥാനത്ത് നിന്ന് എങ്ങനെയായിരിക്കും മഹാഭാരതം എന്ന് കണ്ട് രണ്ടാമത് എഴുതി. അതുപോലെ അത് തന്നെ ഈ വീരോ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വടക്ക വീരകഥയാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ചന്തു ആണ് വില്ലൻ. ചന്തുവിനെ അവര് വന്ന് അവസാനം കൊല്ലുന്നുണ്ട്. ഈ പടത്തില് വരുമ്പോ നമ്മൾ ചന്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് പടം കാണുന്നത്. ചന്തുവിന്റെ ഭാഗത്തെ ശരികൾ ഇങ്ങനെ ആവാലോ എന്നുള്ള രീതി. അത് എന്തായാലും MD വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിന്റെ ഒരു മികവ് തന്നെയാണ് എത്ര പറഞ്ഞാലും. അപ്പോൾ ബാക്കി മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും അവർ ആ ഒരു എഫേർട്ട് ഇട്ട വർക്ക് ഇട്ടതുള്ള നമ്മളെല്ലാ സ്ക്രീനിൽ കാണാൻ പറ്റും. സൗണ്ടിന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് മ്യൂസിക്. ഇപ്പൊ മറ്റേ മ്യൂസിക് ചെയ്തതാരാണ്, പാടിയതൊക്കെയായിരുന്നു മറന്നുപോയി. യേശുദാസ്. അത് നമ്മള് ഞാൻ പടം കണ്ടുമ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഓരോ കാലഘട്ടത്തിലും പുള്ളിയുടെ വോയിസിലെ ഉള്ള ഒരു മോഡുലേഷൻ അത് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ വോയിസ് ആ ടൈമിലുള്ളതല്ല. ഒരു കുറച്ചുകൂടെ യങ് വോയിസ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ മോഡുലേഷൻ ഉണ്ടല്ലോ, ഓരോ മോഡുലേഷൻ വന്നാൽ അതിനൊരു ഭയങ്കര ഭംഗിയുണ്ട്. അപ്പൊ മൊത്തത്തില് എല്ലാം കൊണ്ടും സുരേഷ് ഗോപി ക്യാരക്ടർ ആയിരുന്നു. പിന്നെ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ കരിയറിൽ തന്നെ നല്ല മൈലേജ് കൊടുത്ത ക്യാരക്ടറാണ് അത്. പിന്നെ അതില് ക്യാപ്റ്റൻ രാജു ആയാലും എല്ലാരും നല്ല ഇതാണ്. അവരെല്ലാവരും ആ ഒരു എന്താണ് ആ യുദ്ധത്തിന് ഇറങ്ങുന്ന മറ്റേ അവരാ ഒരു എന്താണ് ഈ ചേകവര് ഇത് പെട്ട അവരൊരു ശരീര രീതി ഇതൊക്കെ ഉണ്ടല്ലേ, കളരി പയറ്റ് ചെയ്താണ് അവര്. അപ്പൊ ഓരോരുത്തരെയും അങ്ങനെയാണ് ആ ശരീര രീതി അവർ മെയിൻറ്റെയിൻ ട്രെയിൻ ചെയ്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. അത് എന്തായാലും പടത്തിലുണ്ട്. പിന്നെ മൊത്തത്തില് പടം അടിപൊളിയായിരുന്നു. കാണാത്തവര് പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു തിയേറ്ററിൽ തന്നെ പോകണം. കാര്യം അതിന്റെ സൗണ്ട് നമ്മളെ ശ്രദ്ധിക്കാനുള്ളൊരു ഇത് തന്നെയാണ്. അപ്പൊ നല്ലൊരു സൗണ്ടുള്ള തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെന്താണ് അങ്ങനെ ഒരു അടുത്തൊരു റീമാസ്റ്ററിങ് അല്ലെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങളുമായി കഫ്ലിക്സ് വീണ്ടും വരും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.